നാട്ടിൽ ഒരു മാസം പണിയെടുത്താലും ഫാർമസിസ്റ്റിന് കിട്ടുന്ന സാലറി ഒരു ദിവസം കൊണ്ട് കാനഡയിലെ ഫാർമസിസ്റ്റ് ഏൺ ചെയ്യുന്നുള്ള കാര്യം സത്യമാണ്. അതും ഫ്രഷേഴ്സിനാണ് കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾക്കാരും. ഫാർമസി അസിസ്റ്റന്റിനാണെങ്കിലും കുഴപ്പമില്ലാത്ത സാലറി ഇവിടെ. ഇപ്പൊ കാനഡയിൽ എങ്ങനെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കാണും. കാനഡയിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും. നാട്ടിൽ ഫാർമസി പഠിച്ചവർക്ക് ഇവിടെ എക്സാംസ് എഴുതി പാസ്സായാൽ ഇവിടെ രജിസ്റ്റേർഡ് ആവും. ആദ്യം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ലൈസൻസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസി എക്സാമിനിങ് ബോർഡ് ഓഫ് കാനഡയിലേക്ക് അയച്ചു കൊടുക്കണം. പ്രൂവ് ആയാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇവാലുവേഷൻ എക്സാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഫാർമസി നോളജ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്ന എക്സാം. നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ് ഈ ഒരു. അത് കഴിഞ്ഞാൽ ഇവിടെ കാനഡയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫാർമസി ഗ്രാജുവേറ്റ്സ് എന്തൊക്കെ എക്സാം എഴുതുന്നോ അതാണ് നമ്മൾ എഴുതുന്നത്. അതൊന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് തിയറി എക്സാം. അത് കഴിഞ്ഞാൽ അടുത്തത് പ്രാക്ടിക്കൽ എക്സാം. പിന്നുള്ളത് ഇവിടുത്തെ ജൂറിസ് എക്സാം, ലോ എക്സാം. ഈ 3 എക്സാമും കൂടി പാസ്സാവണം. ഇതൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് കാനഡയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ഈ പ്രാക്ടിക്കൽ എക്സാം ഒഴികെ ബാക്കി എല്ലാ എക്സാംസും നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും എഴുതാം. തിയറി പാർട്ടെല്ലാം ക്ലിയർ ചെയ്ത് പ്രാക്ടിക്കൽ കാനഡയിൽ വന്ന് ചെയ്യുന്ന ആൾക്കാരും. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഹെൽപ്ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഫാർമസി അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണം. പല ഫീൽഡിലുള്ള ആൾക്കാർ പോലും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, കാനഡയിലേക്ക് എത്താനുള്ള ഓപ്ഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.